ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായം 4 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുക. ഈശോ പറഞ്ഞ ഏറ്റവും സുന്ദരമായ, ഒരുപക്ഷെ അനുവാചകർക്ക് ഏറ്റവും വേഗത്തിൽ മനസ്സിലാകുന്ന കാർഷിക സംസ്കാരത്തിൻ്റെ പെരുമ വിളിച്ചോതുന്ന ഒരു ഉപമ, വിതക്കാരൻ്റെ ഉപമ. വചനം വ്യാഖ്യാനിച്ച ഈശോ തന്നെ പറഞ്ഞു കൊടുത്തു, വിത്ത് വചനമാണ്, കൃഷിക്കാരൻ ദൈവമാണ്, വിതയ്ക്കപ്പെട്ട വിളനിലം മനുഷ്യൻ്റെ ഹൃദയമാണ്. എത്രമാത്രം തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ വചനത്തെ ഒരുവൻ പുൽകുന്നു, അതനുസരിച്ചായിരിക്കും അവന് അതിൻ്റെ ഫലം ലഭിക്കുക എന്ന് വചനത്തിലൂടെ ഈശോ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. 4 തലത്തിലുള്ള മണ്ണിനെയാണ് വചനം നമ്മുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുക. ഒന്ന്, പെരുവഴി പോലെ കിടക്കുന്ന സ്ഥലം. അവിടെ മണ്ണ് ഉറച്ചതാണ്, അതിനേക്കാൾ ഉപരി കെട്ടുറപ്പില്ലാത്തതാണ്. വേലിക്കെട്ടുകളില്ലാതെ, മതിലുകളില്ലാതെ തുറന്നു കിടക്കുന്ന തുറസായ പെരുവഴി. അവിടെ വിതയ്ക്കപ്പെട്ട വചനം കിളികൾ കൊത്തിക്കൊണ്ടു പോവുക, മുളയ്ക്കാൻ അനുവദിക്കും മുമ്പേ അവ വാടിപ്പോകുന്നു. ചില ഹൃദയങ്ങൾ ഇങ്ങനെയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ വചനത്തിന് വേരുറയ്ക്കാനാകുന്നില്ല. അത് പെരിയം വഴി പോലെ തുറന്നു കിടക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാനും അതിനെ പാകപ്പെടുത്താനും ആരുമില്ല. അതുകൊണ്ട് തന്നെ ആർക്കും കയറിയിറങ്ങാവുന്ന പൊതുനിരത്തിൽ വചനത്തിന് വേരുവാകാനാകില്ല. അത് കിളി കൊത്തിക്കൊണ്ടു പോകും, അല്ലെങ്കിൽ ഉണങ്ങിക്കരിഞ്ഞു പോകും. രണ്ടാമത്തേത് പാറപ്പുറം. പാറപ്പുറത്ത് മഴക്കാലത്തൊക്കെ മണ്ണ് വന്ന് നിറയും. ആ നിറഞ്ഞു കിടക്കുന്ന പായലിൻ്റെയും മണ്ണിൻ്റെയും മിശ്രിതത്തിൻ്റെ മുകളിൽ വീഴുന്ന വിത്ത് പാറയുടെ ചൂടുകൂടിയാകുമ്പോൾ വേഗത്തിൽ ഒരുപക്ഷെ മുളച്ചു പോകും. പക്ഷേ ആഴത്തിലേക്ക് വേരിറങ്ങാനാകാതെ 1-2 ദിവസത്തിനുള്ളിൽ അത് ഉണങ്ങി കരിഞ്ഞു പോകും. ചില ഹൃദയങ്ങൾ ഇങ്ങനെയാണ്. ആഴമില്ലാത്ത, വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളില്ലാത്ത വിളനിലങ്ങൾ. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അത് തകർന്ന് ഇല്ലാതെയായി പോകും. വേരുകളില്ലാത്ത ജീവിതങ്ങളായിട്ട്, വേരിറങ്ങാൻ പറ്റാത്ത വിളഭൂമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നവരാകുന്നു. അവിടെ വചനത്തിന് വേരുവാകാനും ഫലം നൽകാനുമാകില്ല. മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തിനെ കുറിച്ച് പറഞ്ഞു. മനുഷ്യൻ്റെ സ്വാർത്ഥതയും ധനമോഹവും ലൗകിക ചിന്തകളും അവനെ മുള്ളുപോലെ ഞെരുക്കിക്കളയും. വചനം വിതയ്ക്കപ്പെട്ടത് നല്ല നിലത്തൊക്കെയാണ്. പക്ഷെ പ്രാതികൂല്യങ്ങളുടെ നടുവിൽ പിടഞ്ഞു വീഴുന്ന വചനത്തിൻ്റെ ദുരവസ്ഥ. നമ്മുടെ ഹൃദയങ്ങളെ ധനമോഹവും ലൗകിക വ്യഗ്രതകളും ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളുമൊക്കെ വല്ലാണ്ട് മതിക്കുമ്പോൾ അവിടെ തമ്പുരാന് ചെവി കൊടുക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിയുന്നില്ല. ആവറേജ് ക്രിസ്ത്യാനികളിലേറെയും ഇങ്ങനെയാണ്. ഞായറാഴ്ചകളിലെ വികാരിയച്ചന്മാർ പറയുന്ന പ്രസംഗം കേട്ട് ജനമൊക്കെ നന്നായിരുന്നെങ്കിൽ പിന്നെ പിറ്റത്തെ ഞായറാഴ്ച വികാരിച്ചന് എന്തിനു പ്രസംഗം പറയണം? എല്ലാം ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറക്കി വിടും. ലൗകിക വ്യഗ്രതകൾ, ഈ ലോകത്തിൻ്റെ മോഹഭംഗങ്ങൾ, അതിനിടയിൽ പിടിച്ചു നിൽക്കാനാവാതെ ദൈവത്തിൻ്റെ വചനം പോലും പരാജയപ്പെടുന്നു. നല്ല നിലത്ത് വീണ വിത്ത് നല്ല മണ്ണ, ഒരുക്കപ്പെട്ട മണ്ണ.
ഫലപുഷ്ടമായ മണ്ണ്, കിളച്ചിളക്കി കല്ലുകളും മുള്ളുകളും ഒക്കെ മാറ്റിയ ഫലപുഷ്ടമായ മണ്ണ്. പക്ഷെ ഇവിടെയും പ്രശ്നമുണ്ട്. വിതയ്ക്കപ്പെട്ടതിൽ ചിലത് 30 മേനിയും ചിലത് 60 മേനിയും ചിലത് 100 മേനി. 100 മേനി ഫലം കൊയ്യലാണ് ഒരു കൃഷിക്കാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് 30 എന്ന് പറഞ്ഞാൽ മുടക്കുകാശ് പോലും കിട്ടില്ലെന്നർത്ഥം. 60 ആകുമ്പോൾ വലിയ തട്ടുകേടില്ലാതെ അങ്ങോട്ട് കടന്നു പോകും. 100 കിട്ടുമ്പോഴാണ് യജമാനൻ സന്തോഷിക്കുക. എന്തേ ഒരുക്കപ്പെട്ട നിലത്ത് ചിലത് 30ഉം 60ഉം ആകുന്നു? ഒന്നേ പറയണ്ടു, വിത്ത് നല്ലതാണ്, വിളഭൂമി നല്ലതാണ്. പക്ഷെ അതിനെ പരിപാലിച്ചു കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം വിളഭൂവിലെ ഓരോരുത്തർക്കുമുണ്ട്. അതിന് സമയാസമയത്ത് വളം നൽകണം, വെയിലടിച്ചാൽ തണൽ കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് മരുന്നടിക്കണം, വളം നൽകണം, പരിപോഷിപ്പിക്കണം. ഇത് അസാധ്യമായി തീരുമ്പോഴാണ് 30ഉം 60ഉം ഒക്കെ ആയിട്ട് ഫലം കുറഞ്ഞു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം പാകപ്പെടുത്തിയ ഏറ്റവും മനോഹരമായ വിത്തുകൾ വിതയ്ക്കേണ്ട നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വചനത്തിന് വേരുപാകാനും ആഴത്തിൽ വളരാനും ഫലം ചൂടാനും സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് തിരുത്താനേറെ ഉണ്ട് എന്ന് തന്നെയാണ്. നല്ല വിളഭൂമാണ് എൻ്റേത് എന്ന് വിചാരിച്ച് വല്ലാണ്ട് ഞെളിയണ്ട. നമ്മിൽ നിന്ന് 100 മേനി ഫലം പുറപ്പെടുവിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ്. തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങളെയൊക്കെ സമയബന്ധിതമായിട്ട് നേരിടാനും കീഴടക്കാനും നമുക്ക് സാധിക്കും. എങ്കിൽ മാത്രമേ വിത്ത് ആഴത്തിൽ വിതയ്ക്കപ്പെടുകയുള്ളൂ, ഏറെ ഫലം പുറപ്പെടുവിക്കാനാവുകയുള്ളൂ. നമുക്ക് ആഗ്രഹിക്കാം, ഈശോയെ, നിൻ്റെ തിരുവചനമാകുന്ന വിത്തിനെ എൻ്റെ പരിപക്വമായ ഹൃദയത്തിലേക്ക് വിതച്ച് 100 മേനി ഫലം കൊയ്യുവാൻ ഇടയാകും വിധം അതിനെ പാലിച്ചണമേ എന്ന് ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.